ഹായ് ഹലോ. അപ്പോൾ നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് മത്തി പൊരിച്ചാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം മിക്സിൻ്റെ ജാറിലേക്ക് വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം തക്കാളി, പിന്നെ സവാള, പിന്നെ ഒരു ഇഞ്ചീൻ്റെ കഷ്ണം, പിന്നെ പച്ചമുളക്. അതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ആവശ്യത്തിന് ഇടുക. പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ് ഇട്ടിട്ടാകുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം നമ്മൾ അരച്ചെടുത്ത മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് നമ്മൾ മുറിച്ച് വെച്ച മീനിലേക്ക് ഇട്ട് നന്നായിട്ട് പുരട്ടി സെറ്റാക്കുക. അപ്പം നമ്മൾ നന്നായിട്ട് പുരട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. കറിയിലേക്ക് ഇത് പിടിക്കാൻ വേണ്ടി കഷ്ണത്തിൽ. അതിന് ശേഷം നമ്മൾ പാൻ അടുപ്പത്ത് വെക്കുക. പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2-3 എണ്ണം അല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ പെരക്കി വെച്ച മത്തി എടുത്ത് വെച്ച് കൊടുക്കുക. നന്നായിട്ട് മുരിക്കുക. അപ്പോൾ എല്ലാവരും എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടാകുമ്പോൾ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ എങ്ങനത്തെ വീഡിയോസൊക്കെ വേണ്ടതെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. നമ്മളെല്ലാം മത്തിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നന്നായിട്ട് മുരിയിപ്പിക്കുക. അപ്പം നമ്മളെ മത്തി റെഡി ആയിട്ടുണ്ട്. നല്ല പൊളി ടേസ്റ്റാണ് ഗൈസ്. പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.